പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബോട്ട് കടലിൽ മുങ്ങി. മത്സ്യത്തൊഴിലാളികളായ 6 പേർക്ക് നിസ്സാര പരിക്ക്. കുട്ടൂസാനകത്ത് അതുട്ടിയുടെ ഉടമസ്ഥയിലുള്ള അറഫ എന്ന ബോട്ടാണ് കരയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ച് കടലിൽ മുങ്ങിയത്. അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന ഒരു മലയാളിയും 5 ഇതര സംസ്ഥാന തൊഴിലാളികളും കടലിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് ബോട്ട് മത്സ്യബന്ധനത്തിനായി പൊന്നാനി ഹാർബറിൽ നിന്ന് പോയത്. ബോട്ടുടമയും തൊഴിലാളിയുമായ അതുട്ടി ഉൾപ്പെടെ 6 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:30 മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ അടിഭാഗം ഇടിക്കുകയും അല്പസമയത്തിനുള്ളിൽ ബോട്ടിലേക്ക് വെള്ളം കയറുകയുമായിരുന്നു. അപകടാവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് ബോട്ടിലെ തൊഴിലാളികൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് കടലിൽ ചാടി നീന്തുകയായിരുന്നു. 3 മണിക്കൂറോളം കടലിൽ നീന്തുന്നതിനിടെ മറ്റൊരു മത്സ്യബന്ധന ബോട്ടായ ഷംല എന്ന ബോട്ടിലെ തൊഴിലാളികളാണ് 6 പേരെയും രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽപ്പെട്ട ബോട്ടിലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുകയും തുടർന്ന് ഇവരെ പൊന്നാനി ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 40 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. രാത്രി 12:30 മണിക്ക് ഇവിടുന്ന് ഹാർബറിൽ കെട്ടയച്ചിട്ട് പണിക്ക് പോയതാണ്. പോയി 3 മണിക്കൂർ ഞങ്ങൾ പടിഞ്ഞാട്ട് ഓടി. 3 മണിക്കൂർ ഓടിയപ്പോൾ ഓടിയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ശബ്ദം കേട്ട്. അപ്പോൾ എന്തോ വെള്ളത്തിൽ നിന്ന് ഇടിച്ച വാങ്ങിലാണ് തോന്നിയത്. ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഇഞ്ചർ റൂം തുറന്ന് നോക്കുമ്പോൾ കള്ളി നിറച്ചും വെള്ളമായി. കള്ളി നിറ ബോട്ടിൻ്റെ ഇഞ്ചർ റൂം നിറച്ചും വെള്ളമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജാക്കറ്റ് പോയാൽ ഒടുക്കി. അങ്ങനെ അച്ചിരി 5 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റിനുള്ളിലായി ബോട്ട് താഴെ പോയി. അങ്ങനെ ജാക്കറ്റ് പോയപ്പോൾ ഞങ്ങൾ ഒകിലൊടുക്കി. ഒകിലെന്ന് ഏകദേശം ഒരു 3-3:15 മണി സമയമാണ്. ഒകി ഞങ്ങൾ നേരം ഒരു 5:45 സമയത്ത് ഒരു കൂട്ടുകാരൻ ഞങ്ങളെ കണ്ട് ഞങ്ങളെ രക്ഷിച്ചവർ. അല്ലാതെ ഞങ്ങളുടെ ജീവിതം അവിടെ തന്നെ ആയിരിക്കും. 21 നോട്ടിക്കൽ മൈൽ ദൂരം ഓടി ചെന്നിട്ടുണ്ട് 3 മണിക്കൂർ കൊണ്ട്. ആ 3 മണിക്കൂർ 3:30 മണി സമയത്ത് ഇവർ ഓടിക്കൊണ്ട് നിൽക്കുക. റണ്ണിങ് സമയത്ത് ബോട്ട് ആ റണ്ണിങ് ടൈമിൽ എന്തോ ഒരു സാധനത്തിൽ പോയി അതിഗംഭീരമായി ശബ്ദം കേട്ടു കേട്ട് ഇവർ എൻജിൻ റൂം തുറന്നു നോക്കുമ്പോഴേക്കും എൻജിൻ പകുതി വെള്ളത്തിലായിപ്പോയി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആ സംഭവം നടന്നു. അപ്പോഴേക്കും ഇവരെല്ലാവരും ജാക്കറ്റ് ധരിച്ച് പിന്നെ ആരെയും വിളിക്കാനോ ഇതാക്കാനോ ബാറ്ററി എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ ബാറ്ററിൻ്റെ കണക്ഷനെല്ലാം വിട്ടുപോയി. അതുകൊണ്ട് വയർലെസ്സോ GPS ഒന്നും വർക്ക് ചെയ്യാത്ത കണ്ടീഷനിലായി. പിന്നെ ഇവർക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിന് ആരും അടുത്തില്ല. അങ്ങനെ ഇവർ ജാക്കറ്റ് ഇട്ട് കടലിൽ ചാടി എല്ലാവരും. നേരം വെളുത്ത് 5:45 സമയമായപ്പോൾ വേറൊരു ബോട്ട് ഓടി വരുന്നുണ്ടപ്പോൾ ഇവർ കൈപൊക്കി ജാക്കറ്റ് ബോയ കെട്ടയച്ച് കൈപൊക്കി കാണിക്കൽ എടുത്തിയപ്പോൾ 2 ചില്ലാനം മണിക്കൂർ അതിശക്തമായ തണുപ്പിൽ സഹിച്ചുകൊണ്ട് ഈ കാലവർഷത്തിൽ ഈ തണുപ്പ് സഹിച്ചുകൊണ്ട് ഇവർ കടലിൽ ഒഴുകി നടന്നു. അങ്ങനെ അടുത്ത് വന്ന ബോട്ട് 5:45 ഇവരെല്ലാവരും ബോട്ടിൽ കയറ്റി. എന്നിട്ട് പൊന്നാനി ഹാർബറിലേക്ക് 8:45 തിരിച്ചെത്തി. ഈ ബോട്ടുകാർ അവരെ ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ് എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇവരെ ജീവൻ തിരിച്ചു കിട്ടില്ല. അത്രയും കഠിന തണുപ്പാണ് കടലിലുള്ളത്.